ഹേ ഗായ്സ്, നമുക്കിന്നൊരു വിഷു മേക്കപ്പ് ചെയ്യാം. ഒരു കുട്ടി മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ CC ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൗണ്ടേഷനോ അങ്ങനെ എന്താണോ യൂസ് ചെയ്യാം, BB ക്രീമോ അങ്ങനെ എന്താണോ യൂസ് ചെയ്യാം. ഞാൻ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. കംഫർട്ടബിൾ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫേസിലൊന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് തിക്കായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഐബ്രോസ് നന്നായിട്ട് തിക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഐ ഷാഡോ ഇടുകയാണ്. ഒരു പിങ്ക് റെഡ് ടൈപ്പ് വരുന്ന ഒരു ഐ ഷാഡോ ആണ് കേട്ടോ. പിങ്ക് റെഡ് വരുന്ന ഒരു ഐ ഷാഡോ ആണ്. അപ്പോഴത്തേക്ക് അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ഐലൈനർ വരച്ച് കൊടുക്കുകയാണ്. 2 കണ്ണിലും മുകൾ ഭാഗത്ത് ഐലൈനർ വരച്ച് കൊടുക്കുകയാണ്. 2 കണ്ണിൽ നന്നായിട്ട് നല്ല ബോൾഡായിട്ട് കാണാത്ത രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഐലൈനർ വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കാജലിടുകയാണ്. ഐലൈനറും കാജലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, നിങ്ങൾക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ബ്രാൻഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. കാജൽ നന്നായിട്ട് 2 കണ്ണിൽ വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് നമ്മൾ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 കോട്ട് വരെ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. 2 കണ്ണിലും നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ബ്ലഷ് എടുത്തതിന് ശേഷം 2 ചീക്കിലും, നിങ്ങൾക്ക് നോസ് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ നോസിലും കൂടെ ഇടുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഹൈലൈറ്റർ എടുത്തതിന് ശേഷം ബുള്ളറ്റ് ഹൈലൈറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹൈലൈറ്റ് എടുത്തതിന് ശേഷം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ചീക്കും നോസും വന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ മേക്കപ്പ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പരിമിതിയെല്ലാം വച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ലൈറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂസൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് അകത്തേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പാവാടയും ധാവണിയുടെ പാവാടയും അതിൻ്റെ കൂടെ ഒരു ബ്ലൗസും വന്നിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കുകയാണ്. സൈഡ് പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ സൈഡിൽ നിന്ന് എടുത്തെടുത്ത് ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുകയാണ്. ഓരോ സെക്ഷനായിട്ട് എടുത്ത് ഇങ്ങനെ മെടഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡും കുറച്ച് ഹെയർ വിട്ടിട്ട് 2 സൈഡ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുകയാണ്. ഒരു സൈഡ് നമ്മൾ സാധാ ഇങ്ങനെ ചീകി ക്ലിപ്പ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഹെയർ സ്റ്റൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫ്ലവർ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ പ്ലാസ്റ്റിക് ഫ്ലവർ, നമ്മുടെ ക്ലോത്തിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മുടെ മുടിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പൊട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ധാവണിയുടെ മേൽഭാഗം വരുന്ന ഷോൾ കണക്കത്തെ സംഗതി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ മാല ഇട്ട് കൊടുക്കുകയാണ്. മാലയും കമ്മലും ഒക്കെ ഇവിടെ നിന്ന് അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചതാണ് കേട്ടോ. അപ്പം മാല ഇട്ട് കൊടുത്തു. അതിനുശേഷം കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞിട്ട് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.